സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലൊരു ഗുരുവായൂർ അമ്പലമുണ്ട് അവിടെ ഇരിക്കുന്നത്. അതായത് സാക്ഷാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ സാമ്യത്തിലുള്ള അതേ വിഗ്രഹവും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഗരുഡന്റെ വിഗ്രഹം, അതായത് ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയില് ഗരുഡ വിഗ്രഹം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിന്റെ ഭഗവാന്റെ മുഖത്തോട് സാമ്യമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇനിയിപ്പോ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, എവിടെ ഇല്ല എന്നുള്ളൊരു ഒരു വാദം ഞാൻ പറയല്ല. അങ്ങനെയുള്ള ഒരു നാട്ടിലത്തെ, അതായത് അങ്ങനെയുള്ള ഒരു അമ്പലത്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അത് നെല്ലിക്കാട്ടി ശ്രീ അഴുതറ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എന്റെ പുറകുവശത്ത് കാണാൻ ഈ നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള സ്ഥലം നോക്കി നോക്ക്. ഇതിന്റെ പുറകിനായിട്ട് നല്ലൊരു കുളമുണ്ട്, ഒരു അമ്പലക്കുളമുണ്ട്. അമ്പലക്കുളം കാണിച്ചു തരാം. ഈ ഏരിയയിലുള്ള ഭക്തന്മാരുണ്ടല്ലോ, അതായത് അമ്പലത്തിന്റെ ഏരിയയിലുള്ള സ്വാമി ഭക്തന്മാര് എല്ലാ ആളുകളും ഈ ശബരിമലയ്ക്ക് മാലിട്ട് കഴിഞ്ഞാൽ ഈ അമ്പലക്കുളത്തു നിന്നാണ് കുളിച്ചിട്ട് ഒരുവിധ ആളുകളും അമ്പലക്കുളത്തിൽ നിന്ന് കുളി കഴിഞ്ഞ് ശരണം വിളിയും മന്ത്രങ്ങളൊക്കെ ആയിട്ട് കെട്ടി നിറച്ചിട്ട് പോകുന്ന ഒരു ഭാഗമാണ്. അതായത് ഈ അമ്പലത്തിന് കുറച്ച് വർഷങ്ങൾ നല്ല പഴക്കമുണ്ട്. ഈ ഗുരുവായൂർ അമ്പലത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഗരുഡ വിഗ്രഹം ഭഗവാന്റെ മുഖം തിരിഞ്ഞിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലം കഴിഞ്ഞിട്ടുള്ള പിന്നെ വേറൊരു അമ്പലങ്ങളിൽ ഞാൻ കുറെ അമ്പലങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്, പക്ഷെ ഞാൻ വേറെ എവിടെയും അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നമ്മളുടെ ഈ അമ്പലത്തിനെ നിങ്ങളെല്ലാം പല ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരെ ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാ. എത്ര വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് അറിയുന്നത്. എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഓർമ്മ വെച്ച കാലത്തൊക്കെ ഈ അമ്പലത്തിന് അധികം ഇതൊന്നുമില്ല, അതായത് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കായിരുന്നു. ഇതിന്റെ കഴുക്കോലും മുതലുള്ള കാര്യങ്ങളെല്ലാം ചെതിൽ പിടിച്ച് ആകെ മുടിഞ്ഞ് കിടക്കായിരുന്നു. പിന്നെ ഓരോ കമ്മിറ്റിയും ഏറ്റെടുക്കുമ്പോ ഓരോ വർഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറുകിട കാര്യങ്ങൾ നടക്കും. പിന്നെ ഇതിലൊരു ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ചെറിയ രീതിയിലൊരു ധനസഹായത്തില് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പല പ്രവർത്തികൾക്കും ധനസഹായം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ചെറിയൊരു ഒരു അറിവ് അവർക്ക് ഉണ്ടാവണോണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ആ ധനസഹായം ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് കിട്ടിപ്പോന്നിരുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ വെച്ചിട്ട് അത് മുടങ്ങുക അങ്ങനെ കിട്ടാതെ കേൾക്കണ്ടായിരുന്നു. അത് വീണ്ടും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ ക്ഷേത്രത്തിന്റെ വരായികളുണ്ടല്ലോ, ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയൊരു സ്രോതസ്സിലേക്ക് വന്നു ചേരുന്നില്ല. എല്ലാതും ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഓരോരോ ആളുകൾ വന്ന് ഇതിന്റെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ കൊടുക്കുന്ന സംഭാവനയും സമർപ്പണമാണ് ഈ അമ്പലത്തിന്റെ ഇതുവരെയുള്ള പുനഃപ്രവർത്തികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും. കാരണം ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഭഗവാന്റെ ഒരു വിഗ്രഹം, അതായത് മഹാവിഷ്ണുവിനെ തൊഴുതുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഗരുഡ ഭഗവാന്റെ ഒരു വിഗ്രഹമുള്ള ക്ഷേത്രം. ഞാൻ കുറെ അമ്പലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്, പക്ഷെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അങ്ങനെ ഇതുപോലത്തെ ഒരു വിഗ്രഹം ഇരിക്കുന്നതായിട്ടുള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കണക്ഷൻ അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവര് തമ്മിൽ. അതായത് മഹാവിഷ്ണുവിന്റെ ചതുർബാഹുവിന്റെ വിഗ്രഹം ഉണ്ടല്ലോ, നമ്മളെ ഈ താമരപ്പൂവ് പിടിച്ച് നിൽക്കണ ആ വലിയ വിഗ്രഹം, അതായത് ഉടയാടകളെല്ലാം ആയിട്ടുള്ള കറക്റ്റ് അതിന്റെ ആഭരണങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു വിഗ്രഹമാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഈ ഉള്ളിലുള്ള വിഗ്രഹത്തിന് നമുക്ക് ഫോൺ കൊണ്ട് കാണാനും പറ്റില്ല, കണ്ണുകൊണ്ട് തൊഴുമ്പോൾ കാണാൻ പറ്റും. കാരണം നമ്മുടെ ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് പ്രതലത്തിൽ അത് നിൽക്കുന്നത്. പിന്നെ ഈ വിഗ്രഹം ഉണ്ടല്ലോ, ഈ വിഗ്രഹത്തിന്റെ ഒരു കഥ പറയട്ടെ. ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊക്കെ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മളുടെ ഈ അമ്പലത്തിന്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ മണ്ണെടുക്കലും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ഈ അമ്പലത്തിന്റെ മണിക്കിണറായിട്ടുള്ള ഈ കിണറിൽ വെച്ചിട്ട് നമ്മളുടെ മണ്ണ് എടുത്തോണ്ടിരിക്കും. ഇതിന്റെ മണ്ണ് പുറത്തേക്ക് എടുക്കണം, വെള്ളം നേര്യം വെക്കാൻ പോലും വെള്ളം ഇല്ലാണ്ട് നോക്കുമ്പോൾ ഈ കിണറ്റിലെ മണ്ണെടുത്ത് മാറ്റിയിടുന്നതിന്റെ ഇടയിലാണ് ഞങ്ങൾക്ക് ഈ വിഗ്രഹം ചളിയിൽ നിന്ന് മണ്ണിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്, കിണറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ വിഗ്രഹമാണ്. അങ്ങനെ അത് എടുത്തു നോക്കുമ്പോൾ ഇതിന്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കറക്റ്റ് ഇതിന്റെ കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ, ഈ വിഗ്രഹത്തിന്റെ അടിയിലൊരു ചെറിയൊരു കട്ടിങ് ഒക്കെ ഉണ്ട്. ആ കട്ടിങ് ശരിക്കും ഇതാണ്. പക്ഷെ ഈ കല്ലുണ്ടല്ലോ, ഇത് ഈ മറ്റേ ഓവുചാലുള്ള ഈ സംഭവം ഇത് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് അപ്പൊ ആർക്കും അറിയില്ലായിരുന്നു ഇവിടെ വേറെ എന്തെങ്കിലും ആയിരുന്നു. അത് വേറെയുള്ള ആളുകളുടെ ഒക്കെ ധാരണ ഇത് വേറെ എന്തോ സംഭവമാണെന്ന് മാത്രമാണ്. കാരണം ഇങ്ങനെ ഒരു വിഗ്രഹത്തിന്റെ സ്ഥാനമായിരുന്നു, ഈ വിഗ്രഹം ഇവിടെ കാണാനില്ല എന്നുള്ളത് അറിയില്ല. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഇത് മണ്ണിന്റെ ഉള്ളിൽ കിടക്കായിരുന്നു. ആ മണ്ണെടുക്കണ കൂട്ടത്തിൽ ഇത് കിട്ടിയതാണ്. ഇപ്പൊ നമ്മളുടെ അമ്പലത്തിന്റെ ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഈ നാട്ടിലത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുവിധം ചെറുപ്പക്കാരും ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ അമ്പലത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റാക്കുന്നത്. പിന്നെ അമ്മമാരും നാട്ടുകാരും കൂട്ടായ്മ. അപ്പൊ നമ്മൾ ഇതിനിടയിൽ എടുത്തു പറയണെന്ന് വെച്ചാല്, ഗുരുവായൂർ അമ്പലത്തിലത്തെ അതേ അനുഭൂതി അല്ലെങ്കിൽ അതേ ദർശന പുണ്യം കിട്ടണമെങ്കിൽ നമ്മൾ ഈ അമ്പലത്തിലൊന്ന് വരിക. പിന്നെ നമ്മളുടെ എനിക്ക് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്,
ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയിലാണ് ഈ നാടിന്റെ ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ദേവപ്രശ്നത്തിന്റെ പ്രകാരമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പുനർപ്രവർത്തികൾക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളുടെ അമ്പലത്തിന്റെ ഇതിനോട് തൊട്ടപ്പുറത്ത് തന്നെയാണ് ശ്രീ പൊന്നുണ്ണിയാർക്കാവ് മറ്റേ ഭഗവതി ക്ഷേത്രം, മഹാവിഷ്ണു ശ്രീ പൊന്നുണ്ണിയാർക്കാവ് അഴുതറ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിനെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നത്. പിന്നെ അത് പൊന്നുണ്ണിയാർക്കാവ് അഴുതറ എന്നുള്ളത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിന് അധികം ശ്രദ്ധ ഒന്നും ഉണ്ടായിരുന്നില്ല, ആളുകൾ അത്രയ്ക്കും വല്ലാണ്ട് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ നാടിനൊരു ഉയർച്ചയില്ലാണ്ടായി, ആളുകളുടെ ഉള്ളിലൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ, എവിടെ ചെന്ന ആളുകൾ എന്തൊക്കെ നോക്കുമ്പോഴും മഹാവിഷ്ണു ക്ഷേത്രം അടുത്തുണ്ട്, ആ ക്ഷേത്രത്തിന് ഒരു ഉയർച്ച ഇല്ല, അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മോശങ്ങളാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല ആളുകളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നിട്ടുള്ള ഒരു ആവേശം കൊണ്ടുള്ള കൂട്ടായ്മയിലാണ് ഇപ്പൊ കാണാൻ ഈ അമ്പലത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഇങ്ങനെ മഹാവിഷ്ണു ഗരുഡൻ തൊട്ടപ്പുറത്ത് ഒരു പ്രതിഷ്ഠ കൂടി ഉണ്ട്. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിലാണ് അത്ര ആ ഭാഗം, അതായത് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഇതാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നത് അവിടേക്ക് ഞാൻ പോയി കാണിച്ചു തരാം. ഇതിലേ ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതൊന്നും ഇപ്പൊ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇത് സൂര്യ നമസ്കാരം ചെയ്യാൻ, അതായത് പൂജയുടെ ഇടയിൽ നടക്കുന്ന എന്തോ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കല്ലായിരുന്നു. ഈ കല്ലിനെ നമ്മൾ ഇപ്പൊ സിമെന്റിൽ അതിന് വൃത്തിയാക്കി എടുത്തതാണ്. കല്ലിന്റെ വക്കും ഇതെല്ലാം പൊട്ടിപ്പോയിട്ടേ അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ പുല്ലും മണ്ണൊക്കെ വരുന്നതായതുകൊണ്ട് അതിനെ ഒന്ന് മുകൾ ഭാഗം കൂടെ സിമെന്റ് തേച്ചിട്ട് ആ സ്ഥാനം ഞങ്ങളവിടെ നിലനിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതാണ് ഈ കാണുന്ന സംഭവം. ക്ഷേത്രത്തിലത്തെ പൂജ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് മഹാവിഷ്ണുവിന്റെ ദർശനം നടത്തുക, സൂര്യഭഗവാന്റെ ദർശനം നടത്തുക എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ആ ചടങ്ങുകളൊക്കെ കണക്ട് ചെയ്ത് കടന്നിരുന്ന ഒരു അമ്പലമായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നശിക്കാണ്ട് നമ്മളെ കയ്യിൽ കിട്ടി, നമ്മളത് സൂക്ഷിക്കണം. ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്, ഭഗവാന്റെ കൃഷ്ണരൂപം കുടികൊള്ളണ ഭാഗമാണ്. അപ്പോൾ നമ്മളെ ഇവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ഇനി ഉള്ള സമയത്ത് അഷ്ടമിരോഹിണിക്കൊക്കെ കൂടുതലായിട്ട് പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് ഇപ്പോൾ ശ്രീ അഴുതറ മഹാവിഷ്ണു ക്ഷേത്രം പറയുന്നത്. അഷ്ടമിരോഹിണി ചടങ്ങുകളുണ്ടല്ലോ, അതുമേലെ ഉത്സവം, അതിനൊക്കെ ഇനി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരിതിലാണ് നാടും നാട്ടുകാരുടെ ഒക്കെ താല്പര്യം. അപ്പോൾ നമുക്ക് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും ഈ ഒരു വിശേഷമാണ് ഞങ്ങളതിനെ അറിയിക്കണം എന്നുണ്ടായിരുന്നത്. അത് എന്നിൽ അറിയാവുന്ന രീതിയിലും എനിക്ക് നിങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിലും നിങ്ങളിൽ എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. മഹാവിഷ്ണുവിൻ്റെ ഓപ്പോസിറ്റ് ഗരുഡ ഭഗവാനിരിക്കുന്ന അമ്പലങ്ങൾ വേറെ ഉണ്ടായിരിക്കാം. അതുണ്ടെങ്കിൽ അത് നമ്മളുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഇതിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണോ? അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ള ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.